പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. അത് ആർട്ടിക്കിൾസ് ആണ്. എ, ആൻ, ദ എന്നിവയെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾസിൻ്റെ പ്രയോഗവും അവ പ്രയോഗം കൊണ്ട് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുമാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എ, ആൻ എന്നിവ അനിശ്ചയവാചിയാണ്. അതായത് ഒരു എന്നർത്ഥം ധ്വനിപ്പിക്കുന്ന അനിശ്ചയമായിട്ടുള്ളത്, അതായത് ഏതു വേണമെങ്കിലും ആവാം, ഇന്നത് എന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കാതെ ഏതെങ്കിലും ഒരെണ്ണം എന്ന അർത്ഥം ഉദ്ദേശിക്കുന്നതാണ് എ, ആൻ എന്നീ ആർട്ടിക്കിൾസ്. അതുകൊണ്ട് തന്നെ ഇവയെ നോൺ സ്പെസിഫിക്, അതായത് നിർദ്ദിഷ്ടമല്ലാത്തത്, അതല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ്, ക്ലിപ്തമല്ലാത്തത് എന്നർത്ഥത്തിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നാണ് എ, ആൻ അറിയപ്പെടുന്നത്. ഇനി ഈ രണ്ട് ആർട്ടിക്കിൾസും അതിൻ്റെ പ്രയോഗങ്ങളിൽ എങ്ങനെ, എന്തുകൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങളെ വൊവൽസ് എന്നും കൺസണൻസ് എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. എ, ഇ, ഐ, ഒ, യു എന്നീ 5 അക്ഷരങ്ങളെ വൊവൽസ് ആയും ബാക്കി വരുന്ന 21 അക്ഷരങ്ങളെ കൺസോണൻസ് ആയും ആണ് പരിഗണിക്കുന്നത്. വൊവൽസ് എന്നാൽ മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ, സ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന അക്ഷരങ്ങൾ. ബാക്കിയുള്ളത് വ്യഞ്ജനാക്ഷരങ്ങൾ. ഇങ്ങനെയാണ് തരംതിരിച്ചു വെച്ചിട്ടുള്ളത്. ഇതാണ് വ്യാകരണ നിയമം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വൊവൽസ് എന്ന് പറയുമ്പോൾ എ, ഇ, ഐ, ഒ, യു എന്നീ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നത് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു ഉച്ചാരണം പുറപ്പെടുവിക്കുന്ന അക്ഷരങ്ങൾ, അതിൻ്റെ ഉച്ചാരണത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. എ എന്നെഴുതിയാൽ അതിൻ്റെ ഉച്ചാരണവും എ എന്ന് തന്നെയാവണം. ഉദാഹരണത്തിനായിട്ട് യൂറോപ്പ് എന്ന് എഴുതുമ്പോൾ ഇ എന്ന വൊവൽസ് അക്ഷരം കൊണ്ടാണ് എഴുതുന്നതെങ്കിലും ഉച്ചാരണം യാ എന്നതാണ്. അതുകൊണ്ട് അത് കൺസണൻസ് ആയിട്ടുള്ള ഒരു വേർഡായാണ് വ്യാകരണത്തിൽ നമ്മൾ പരിഗണിക്കുന്നത്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധയിൽ വെക്കുക. ഇനി ഉദാഹരണങ്ങളിലൂടെ നമുക്കിതെല്ലാം വ്യക്തമാക്കാം. വാചകങ്ങളിലെ നൗൺസിന് മുൻപിലായിട്ടാണ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നത്, ആർട്ടിക്കിൾസ് വെക്കുന്നത്. ഒരു വാചകം ശ്രദ്ധിക്കുക. ഞാനൊരു സിനിമ കണ്ടു. നമ്മളിപ്പോൾ പറയുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായിട്ടുള്ള എ, ആൻ എന്നിവയുടെ പ്രയോഗത്തെക്കുറിച്ചാണ്. ഇത് ഇൻഡെഫിനിറ്റ് ആണ്, അതായത് നിർദ്ദിഷ്ടമല്ലാത്തത്, വ്യക്തമല്ലാത്തത്. ഞാനൊരു സിനിമ കണ്ടു. ഒരു സിനിമ, ഏതോ ഒരു സിനിമ, അതേതുമാവാം. അതിന് പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിക്കാത്ത ഒരു സിനിമ. അങ്ങനെ വരുമ്പോൾ എ എന്നോ ആൻ എന്നോ ആണ് പ്രയോഗിക്കേണ്ടതെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനി ആ നൗൺ ഏതക്ഷരങ്ങളിൽ തുടങ്ങുന്നതാണെന്ന് നോക്കുക. മൂവി, മൂവി എന്നതാണ് ഈ വാചകത്തിലെ നൗൺ. മൂവി എന്നത് എം എന്ന ലെറ്റർ കൊണ്ട് തുടങ്ങുന്നതാണ്. ഇതിൻ്റെ ഉച്ചാരണം മ, മു, മൂവി. അപ്പോൾ ഈ മ എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരങ്ങളുടെ ധ്വനിയാണ്. ആ ധ്വനിയിൽ എ എന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഈ വാചകം എഴുതേണ്ടത് ഐ സോ എ മൂവി. ഇങ്ങനെയാണ് ഈ വാചകം എഴുതേണ്ടത്. അടുത്തത്, എനിക്കൊരു പുസ്തകം വേണം. ഒരു പുസ്തകം. ഒരു പുസ്തകം എന്നുള്ളതിന് എ ബുക്ക് എന്നാണോ ആൻ ബുക്ക് എന്നാണോ വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ബുക്ക് എന്ന നൗൺ ഉച്ചാരണം വരുന്നത് ബി എന്ന അക്ഷരത്തിൽ ഭ, ഭു എന്നീ അക്ഷരങ്ങൾ കൊണ്ടാണ്. ബി അല്ലേ വരുന്നത്. അപ്പോൾ ഉച്ചാരണം വ്യഞ്ജനാക്ഷരങ്ങളുടെ ഉച്ചാരണമാണ്. അപ്പോൾ ഇത് കൺസണൻസ് ആയിട്ട് പരിഗണിച്ച് എ എന്ന ആർട്ടിക്കിൾ വെക്കുക. എനിക്കൊരു പേന തരൂ. ഒരു പേന തരൂ. പെൻ എന്ന നൗണിന് മുമ്പ് നമ്മൾ എ ആണോ ആൻ ആണോ വെക്കേണ്ടതെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പെൻ എന്ന ഉച്ചാരണം ശ്രദ്ധിക്കുക. പ, പ എന്നത് വ്യഞ്ജനാക്ഷരങ്ങളുടെ ധ്വനിയാണ്. അതുകൊണ്ട് എഴുതേണ്ട വാചകം ഗിവ് മീ എ പെൻ, എ പെൻ. ഇങ്ങനെയാണ് ഈ വാചകം എഴുതുക. അവനൊരു കുട വാങ്ങി. ഒരു കുട. ഒരു കുട എന്ന് പറയുമ്പോൾ അംബ്രല്ല, അതാണ് അവിടെ വരുന്ന നൗൺ. അംബ്രല്ല എന്ന് പറയുമ്പോൾ അത് എഴുതുന്നത് യു എം
BRELLA. ഇതിൽ യു വെച്ച് തുടങ്ങുന്നത് വവൽസ് ആണെന്നുണ്ടെങ്കിലും ഉച്ചാരണം ആ എന്നുള്ളത് കൊണ്ട് അത് വവൽസ് തന്നെയായിട്ട് പരിഗണിക്കുന്നു. അതുകൊണ്ട് എഴുതേണ്ടത് ഇപ്രകാരമാണ്: ഹി ബോട്ട് ആൻ അംബ്രല്ല. അവൾ ഒരു ടീച്ചറാണ്. ഒരു ടീച്ചർ. ടീച്ചർ എന്നത് ടി ഈ ഒരു അക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത്. വ്യഞ്ജനമാണെന്ന് ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. അപ്പോൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷീ ഈസ് എ ടീച്ചർ. അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. ഒരു എഞ്ചിനീയർ. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എഞ്ചിനീയർ എന്നതിൻ്റെ സ്പെല്ല് തുടങ്ങുന്നത് ഇ വെച്ച് തന്നെയാണ്. അപ്പോൾ ENGINEER. അപ്പോൾ അത് ഉച്ചാരണം വരുന്നത് എഞ്ചിനീയർ. എഞ്ചിനീയർ എന്നുള്ള ഉച്ചാരണം എ വെച്ച് തുടങ്ങുന്നത് സ്വരങ്ങളാണ്. അതുകൊണ്ട് ആൻ എന്ന ആർട്ടിക്കിൾ വെക്കുക. അപ്പോൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹി ഈസ് ആൻ എഞ്ചിനീയർ. അവനൊരു പബ്ലിക് സ്കൂളിൽ പോയി. ഒരു പബ്ലിക് സ്കൂൾ. ഒരു പബ്ലിക് സ്കൂൾ എന്ന് പറയുമ്പോൾ പബ്ലിക് പി എന്നതുകൊണ്ടാണ് തുടങ്ങുന്നത്. ഉച്ചാരണവും പബ്ലിക് എന്നുള്ള ആ ഒരു പ എന്ന ഉച്ചാരണത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. സോ എഴുതേണ്ടത് ഹി വെൻറ്റ് ടു എ പബ്ലിക് സ്കൂൾ. ഇത്രയും ഉദാഹരണങ്ങളിൽ നിന്ന് എ എവിടെയാണ് ആൻ എവിടെയാണ് വെക്കേണ്ടതെന്നും അതെന്തുകൊണ്ടാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2 ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് നമുക്കിത് ക്ലിയർ ആക്കാം. റാം ഈസ് ആൻ ഓണിസ്റ്റ്. റാം ഒരു സത്യസന്ധനാണ്. അപ്പോൾ ഓണിസ്റ്റ് എന്ന് പറയുന്ന ആ നൗൺ എഴുതുന്നത് എച്ച് എന്ന അക്ഷരം കൊണ്ടാണ്. പക്ഷെ അതിൻ്റെ ഉച്ചാരണം ഓണിസ്റ്റ് ഓ ആണ്. അതുകൊണ്ട് റാം ഈസ് ആൻ എന്നാണ് വെക്കുക. അതുപോലെ തന്നെ ഹീസ് എ യൂറോപ്യൻ ബോയ്. യൂറോപ്യൻ എന്ന് പറയുമ്പോൾ അത് എഴുതുന്നത് EUR ആ ഒരു അക്ഷരങ്ങളിലാണത് തുടങ്ങുന്നത്. അതിൻ്റെ ഉച്ചാരണം യൂറോപ്യൻ യാ എന്ന വ്യഞ്ജനാക്ഷരമായതുകൊണ്ട് അവിടെ ഹീസ് എ ആണ് ചേർത്ത് കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ദ എന്ന ആർട്ടിക്കിൾ എങ്ങനെ പ്രയോഗിക്കുന്നു എന്ന് നോക്കാം. ദ എന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. നമ്മൾ ഏതോ ഒരെണ്ണത്തെ ചൂണ്ടിക്കാണിക്കുന്നത് ഡെഫിനിറ്റാണ്, സ്പെസിഫിക് ആണ് ആ കാര്യം. അങ്ങനെ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതിനാണ് ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിൽ ഐ സോ എ മൂവി, ഞാൻ ഏതോ ഒരു സിനിമ കണ്ടു എന്ന് പറയുന്നിടത്ത് ഐ സോ ദ മൂവി എന്ന് പറയുമ്പോൾ ഞാൻ ആ സിനിമ കണ്ടു, അത് ഏതോ ഒരു പ്രത്യേക സിനിമയെ പറയുന്നതാണ്. അങ്ങനെ ക്ലിപ്തമായിട്ട് പറയുന്നതിനെയാണ് ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. ഇനി ദ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒരു ചെറിയ ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞുതരാം. ജലാശയങ്ങളുടെ പേരിന് മുൻപെല്ലാം ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഉദാഹരണത്തിന് ദ ഗംഗ, ദ അറേബ്യൻ സീ, ദ ഭാരതപ്പുഴ, ദ ആമസോൺ, ദ നൈൽ. ഇങ്ങനെ ജലാശയങ്ങളുടെ പേര് പറയുന്നതിന് മുൻപെല്ലാം ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ ദ ആണ്. അതുപോലെ തന്നെ ഒന്നു മാത്രമുള്ളതിന്, അതായത് പകരം വെക്കാതെ ആ ഒരെണ്ണം മാത്രമുള്ളതിൻ്റെ പേര് പറയുമ്പോഴും അതിന് മുൻപിൽ ദ എന്ന ആർട്ടിക്കിളാണ് പ്രയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് ദ സൺ, ദ എർത്ത്. ഇങ്ങനെ മറ്റൊന്നില്ലാത്ത ഒരു കാര്യം പറയുമ്പോഴെല്ലാം ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി പദത്തിന് മുമ്പും ദ എന്ന ആർട്ടിക്കിൾ ചേർത്ത് കൊടുക്കണം. ഈ സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത് ഉദാഹരണത്തിൽ പറയാം, വിശാൽ ഈസ് ദ ക്ലവറസ്റ്റ്, ഏറ്റവും ക്ലവറസ്റ്റ് ആയിട്ടുള്ളത്. അതിനെ ആ ക്ലവറസ്റ്റ് EST എന്ന് ചേർത്തിട്ടുള്ള ആ ഒരു നൗൺ, ആ ഒരു വാചകം വരുമ്പോൾ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി എപ്പോൾ വരുമ്പോഴും അതിൻ്റെ മുൻപിൽ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ ദ എന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ വിശാൽ ഈസ് ദ ക്ലവറസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ഇറ്റ് ഈസ് ദ ടോളസ്റ്റ് ട്രീ. ടോളസ്റ്റ് ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുമ്പോൾ അതിനു മുൻപ് ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ ദ എന്നതാണ്. ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക, ഭാഷകളുടെ പേരിന് മുമ്പ് ദ എന്ന ആർട്ടിക്കിൾ സാധാരണയായിട്ട് ചേർക്കാറില്ല. അതായത് ഐ ലൈക്ക് ദ ഇംഗ്ലീഷ്. ഇവിടെ ഇംഗ്ലീഷ് എന്നതിൻ്റെ മുൻപ് ദ എന്ന് ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നതല്ല, ഇംഗ്ലീഷ് പേഴ്സൺസ്, ഇംഗ്ലീഷ് വ്യക്തികളെ
ഞാൻ ഇംഗ്ലീഷുകാരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ അക്കാര്യം കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കുക.